മൗലിദ്. ഇമാമുന സുയൂത്തി എന്നവർ ആ കിതാബിൽ പറയുന്ന ഉദ്ധരണി കൂടെ ഞാൻ വായിക്കട്ടെ. എന്തെങ്കിലും ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ ആ സംശയം നീങ്ങാൻ വേണ്ടി മാത്രം. അസ്ലു അമലിൽ മൗലിദി അല്ലദി ഹുവ ഇജ്തിമാഉൻ നാസ് വഖിറാഅതു മാ തയസ്സറ മിനൽ ഖുർആൻ. മൗലിദ് ആചരണത്തിന്റെ അടിസ്ഥാനമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്നത്. ഖുർആൻ പാരായണം നടക്കും അവിടെ. വരിവായത്തുൽ അഖ്ബാരിൽ വാരിദ ഫീ മബ്ദഇ അംരി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ വഖഅ ഫീ മൗലിദിഹി മിനൽ ആയാത്ത്. അവിടെ ചില ഹദീസുകൾ ഓതും. അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കുമ്പോൾ ലോകത്ത് നടന്ന അത്ഭുതങ്ങളെ സംബന്ധിച്ച്, നബി തങ്ങളുടെ ജന്മം നടക്കുമ്പോൾ ഉണ്ടായ സംഗതികളെല്ലാം പറയുന്ന ഹദീസുകൾ അവിടെ വിവരണം ചെയ്യും. നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലും, വിശുദ്ധ ഖുർആനോദും, ജനങ്ങൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കും. ഭക്ഷണ വിതരണം അല്ലാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ്. മദീനയിലേക്ക് ആദ്യമായി കടന്നു വന്നപ്പോ മുത്തുനബി തങ്ങൾ മദീനക്കാരോട് ആദ്യം പറഞ്ഞ ഹദീസ് മുമ്പ് ചർച്ച വന്നിട്ടുണ്ട്. ആ ഹദീസിൽ നിങ്ങൾക്ക് ഓർമ്മ കാണും, നബി തങ്ങൾ ആദ്യം പറഞ്ഞത് എന്ന് പാട്ടുപാടി നബിയെ സ്വീകരിച്ചപ്പോ മുത്തുനബി തങ്ങൾ അതിന് മറുപടിയായി ആദ്യം പറഞ്ഞ ഹദീസ് ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആണ് ഈ സംഭവം നമുക്ക് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം മുസ്ലിമാവാൻ കാരണവും നബി തങ്ങളുടെ ഈ വാക്കുകളാണ്. നബിയെ കണ്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു, റഅയ്തു മുഹമ്മദ് നബി തങ്ങൾ മദീനയിലേക്ക് വന്നു. ഞാനെന്ന് ജൂത പണ്ഡിതനാണ്, കാരണം മദീനയിൽ ജൂതന്മാരുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. മുത്തുനബിയുടെ മുഖം ഞാൻ കണ്ടു. ഫറഅയ്തു മാ ഹുവ വജ്ഹു കദ്ദാബ്. ഞാൻ ആ നബിയുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് നുണ പറയുന്ന ആളല്ല, ഈ മുഖമുള്ള മനുഷ്യൻ നുണ പറയില്ല. ഹബീബിന്റെ മുഖം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. ഞാനിങ്ങനെ നോക്കി നിന്നു, എന്താണ് ആദ്യമായി ഇവിടെ നിന്ന് ഉരുവിടാൻ പോകുന്നത്? ആദ്യമായി നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, മദീനയിൽ വന്ന ശേഷം പറഞ്ഞ ഹദീസ്, അഫ്ശുസ്സലാം അയ്യുഹന്നാസ്. അല്ലയോ ജനങ്ങളെ, മുസ്ലിമീങ്ങളെ എന്ന് മാത്രമല്ല ജനങ്ങളെ, അഫ്ശുസ്സലാം സമാധാനം പ്രചരിപ്പിക്കണമേ. അത്ഇമുത്ത്വാം ഭക്ഷണം വിതരണം ചെയ്യണേ, വിളമ്പിക്കൊടുക്കുക, വെച്ച് വിളമ്പിക്കൊടുക്കുക. പാവപ്പെട്ടവർക്കോ വിശക്കുന്നവർക്കോ മാത്രമല്ല, മനുഷ്യരായ മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കണമേ. അഫ്ശുസ്സലാം സമാധാനം പ്രചരിപ്പിക്കണേ, സലാം പ്രചരിപ്പിക്കണേ, ഭക്ഷണം കൊടുക്കണേ. സുലുൽ അർഹാം കുടുംബ ബന്ധങ്ങൾ കൂട്ടി യോജിപ്പിക്കണമേ. സല്ലൂ ബില്ലൈലി വന്നാസു നിയാം ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണമേ. തഹജ്ജുദ് നിസ്കാരം. എന്നാൽ തദ്ഖുലുൽ ജന്നത ബിസലാം നിങ്ങൾക്ക് സുരക്ഷിതമായി സ്വർഗ്ഗത്തിലേക്ക് എത്താൻ കഴിയും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. ആ ഹദീസിൽ രണ്ടാമത് നബി പറഞ്ഞ വാക്കെന്താണ്? അത്ഇമുത്ത്വാം. ആർക്കെന്ന് പറഞ്ഞില്ല, ഭക്ഷണം വിളമ്പി കൊടുക്കിൻ. ബദ്രീങ്ങളുടെ സ്മരണ വരുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്, റബീഉൽ അവ്വൽ വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഏത് ഫംഗ്ഷനുകളിലും ഭക്ഷണ വിതരണം അത് നബിക്ക് ഇഷ്ടമാണ്. ഇമാം സുയൂത്തി തങ്ങൾ പറയട്ടെ, ഇങ്ങനെ നബിയുടെ മൗലിദിന്റെ സമയത്ത്, ജന്മം നടന്ന സമയത്ത് നടന്ന അത്ഭുതങ്ങൾ പറയുകയും ഹദീസുകൾ ഓതുകയും സ്വലാത്ത് ചൊല്ലുകയും ഖുർആൻ ഓതുകയും ഭക്ഷണം കഴിച്ച് ജനങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. മിൻ ഗൈരി സിയാദത്തിൻ അലാ ദാലിക. അല്ലാഹു തആല അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഈ നന്മകൾ ഇതിലേറെ ഇത് മാത്രം ചെയ്യുന്ന, ഇതാണ് മൗലിദിന്റെ അടിസ്ഥാന കാര്യങ്ങൾ. ഇതിൽ അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തത് ഒരിക്കലും എപ്പോഴും മൗലിദാവട്ടെ, റബീഉൽ അവ്വലാവട്ടെ, റമളാനാവട്ടെ നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹു ഇഷ്ടപ്പെടാത്തത് നമ്മൾ റോഡുകൾ ബ്ലോക്കാക്കുന്നത്. ഹബീബിന്റെ ഒരു നബിദിന റാലി നടന്നു പോകുമ്പോ റോഡുകൾ ബ്ലോക്കാക്കരുത്, നബിതങ്ങൾക്ക് ഇഷ്ടമല്ല. അതൊരു പക്ഷേ മദ്മൂമായ ബിദ്അത്താണ്, ഒഴിവാക്കേണ്ട കാര്യമാണ്. നമ്മളത് ചെയ്യാൻ പാടില്ല. റോഡ് ബ്ലോക്കാക്കാൻ പാടില്ല.
മൗലിദിന്റെ സദസ്സുകൾ നമ്മൾ മൈക്കിലൂടെ ഉറക്കെ വിളിച്ചു പറയുമ്പോ അയൽപക്കക്കാരായ ആളുകൾക്ക് ദിവസേന മാസം മുഴുവനും നമ്മുടെ പള്ളികളിൽ മൗലിദ് പാരായണം മൈക്കിലൂടെ ഉറക്കെ വിടുമ്പോൾ ഒരുപക്ഷെ അയൽവാസികളായ ആളുകൾ മുസ്ലിങ്ങൾ അല്ലാത്തവർ കാണും. അവിടെ രോഗികളുണ്ടാകും, ചെറിയ മക്കൾ കടന്നുറങ്ങുണ്ടാകും, അവർക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിൽ കേൾക്കുന്ന മൈക്ക് ഉപയോഗിക്കുക. മഹാനായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവറുകൾ അങ്ങനെ ഒരു ആഹ്വാനം തന്നെ ചെയ്തിട്ടുണ്ട്. തങ്ങളവറുകൾ, നിങ്ങളാരും നാട്ടുകാരെ ബുദ്ധിമുട്ടാക്കരുത്. നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുള്ള രീതിയിൽ മൈക്കിലൂടെ നമ്മുടെ സ്വലാത്തും ദിക്റുകളും മൈക്കിൽ ഓപ്പണായിട്ട് നിങ്ങൾ വിടരുത്. കാരണം എത്രയോ ക്ഷമയോടുകൂടെ, സഹനത്തോടുകൂടെ, സഹിഷ്ണുതയോടുകൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ളത്. പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത്, അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കരുത്. ആ മൈക്കൊന്ന് ഓഫ് ചെയ്യുമോ എന്ന് ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്ത് നമ്മളോട് അപേക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരു പക്ഷേ നമ്മുടെ ബന്ധങ്ങളിൽ വിടർച്ച വീഴും. അതുകൊണ്ട്